നമ്മളെ വില്ലിനെ കാണാതായതോടെ നാട് മുഴുവൻ പരിഭ്രാന്തിയിലാണല്ലോ. അപ്പോഴാണ് മൈക്കിനും കൂട്ടുകാർക്ക് ആ വിചിത്രമായ പെൺകുട്ടി ഇലവനെ കാട്ടിൽ നിന്ന് കിട്ടുന്നത്. അവിടെ നിന്നാണ് ഈ പാട്ട് തുടങ്ങുന്നത്. ആർക്കും പിടികൊടുക്കാതെ മൈക്ക് ഇലവനെ സ്വന്തം വീട്ടിലെ ബേസ്മെന്റ് ഒളിപ്പിച്ച് താമസിക്കുകയാണ്. അവൾക്ക് വസ്ത്രങ്ങളും ഭക്ഷണവും പ്രത്യേകിച്ച് ആ വേഫിൾസും ഒക്കെ നൽകി അവൻ അവളെ നോക്കുന്നു. വീട്ടുകാർ കാണാതെ അവൾ ഒളിപ്പിക്കുന്നത് ശരിക്കും ഒരു സാഹസികത തന്നെയാണ്. ഇലവൻ വരുമ്പോൾ ഒരു പാവം കുട്ടിയാണെന്ന് മൈക്കിന്റെ കൂട്ടുകാരായ ലൂക്കോസിനും വിഡസ്റ്റിനും വൈകാതെ മനസ്സിലാകുന്നു. അവൾക്ക് അസാധാരണമായ കഴിവുകളുണ്ട്. കൈകൊണ്ട് പോലും തൊടാതെ സാധനങ്ങൾ നീക്കാനും വാതിലുകൾ അടയ്ക്കാനും അവൾക്ക് കഴിയും. ഇത് കണ്ട് പിള്ളേർ ശരിക്കും അമ്പരന്ന് പോകുന്നുണ്ട്. പുറത്ത് വില്ലിന്റെ അമ്മ ജോയ്സ് ആകെ തകർന്നിരിക്കുകയാണ്. പക്ഷേ അവർക്കൊരു കാര്യം ഉറപ്പാണ്, വില്ല് എവിടെയോ ഉണ്ട്. ഭിത്തിയിലെ ലൈറ്റുകൾ മിന്നുന്നതിലൂടെ വില്ല് തന്നോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ വിശ്വസിക്കുന്നു. നാട്ടുകാർക്ക് ഇത് ഭ്രാന്തായി തോന്നാമെങ്കിലും തന്റെ മകനെ കണ്ടെത്താൻ അവർ വീട് മുഴുവൻ ലൈറ്റുകൾ കൊണ്ട് നിറയ്ക്കുകയാണ്. വില്ലിനെ കൊണ്ടുപോയത് ഒരു സാധാരണ ശത്രുവല്ലെന്നും ഹോക്കിൻസ് ലാബിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നടക്കുന്നുണ്ടെന്നും പതുക്കെ വ്യക്തമാകുന്നു. ഇതിനിടയിലാണ് നാൻസിയുടെ കൂട്ടുകാരി ബാർബിനെയും കാണാതാകുന്നത്. ആ ഭീകരജീവിയുടെ സാന്നിധ്യം എല്ലാവരെയും ഭയപ്പെടുത്തുന്നുണ്ട്. എപ്പിസോഡിന്റെ അവസാനം നമ്മൾ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നു. പുഴയിൽ നിന്ന് വില്ലിൻ്റേത് എന്ന് തോന്നിക്കുന്ന ഒരു മൃതദേഹം കണ്ടെത്തുന്നു. നാട് മുഴുവൻ അത് വില്ലാണെന്ന് കരുതി കരയുമ്പോഴും ഇലവന്റെ സഹായത്തോടെ മൈക്കിന് മനസ്സിലാകുന്നു വില്ല് എവിടെയോ കുടുങ്ങി കിടക്കുകയാണെന്ന്. അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് വലിയൊരു ചോദ്യചിഹ്നത്തോടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്.